രാം നാരായൺ രാം. നിങ്ങൾക്ക് അറിയാമോ, ഈ ഭൂമിയിൽ മനുഷ്യൻ ജനിച്ച സമയത്ത് തന്നെ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളുടെയും അവന ജനനഹക്കുകൾ നിലനിന്നിരിക്കുന്നു. ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ ജനിച്ചാൽ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഓരോ വസ്തുവിലും അവന് അവകാശമുണ്ടാകുന്നതുപോലെ മനുഷ്യനും മൃഗങ്ങളുടെയും മരങ്ങളുടെയും സസ്യങ്ങളുടെയും ഈ ഭൂമിയിലെ ഓരോ കാര്യയിലുമുള്ള അവകാശം തുല്യമാണ്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനോടും വിവേകത്തോടും പറയൂ, ഈ ജോലി നമുക്ക് ചെയ്യണം. നിങ്ങളുടെ മനസ്സും വിവേകവും ചൈതന്യവും തന്നെ നിങ്ങളെ ശരിയായ വഴി കാണിച്ചു തരും. ഈ ജോലി ചെയ്യേണ്ടതാണോ അല്ലയോ എന്നതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ മനസ്സ്, ചൈതന്യം, അന്ധകരണം, വിവേകം എല്ലാം ഞങ്ങൾക്കുള്ള പരിജ്ഞാനമാണ്. ഇവ നമ്മളിൽ ദാസന്മാരായി സ്ഥിതി ചെയ്യുന്നു. അതിനാൽ അവയുടെ വാക്കുകൾ പ്രാധാന്യത്തോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നല്ലതാണോ വല്ലതോ അല്ലയോ എന്ന് വിവേകമേ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനാൽ ഉള്ളിലുള്ള വിവേകത്തെ അറിയുക, തിരിച്ചറിയുക, അതിനെ അനുസരിക്കുക. അങ്ങനെ ചെയ്താൽ ദുഷ്കൃത്യങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടും. പലപ്പോഴും നാം തെറ്റ് ചെയ്യുന്നപ്പോൾ ആർ കാണുന്നു, ആർക്കറിയാം എന്നുപോലെ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടേതായ വിവേകവും അന്ധകരണവുമെല്ലാം അതെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു. അവ നമ്മോട് പറയുകയും ചെയ്യുന്നു, ഇത് തെറ്റാണ്, ചെയ്യരുത്. എന്നാൽ നാം അതിനെ അവഗണിക്കുന്നു. അതിൻ്റെ കഠിനമായ ഫലങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും. അതിനാൽ ഇത്തരം തെറ്റുകൾ ഒഴിവാക്കണം. മനസ്സിനെയും വിവേകത്തെയും കേൾക്കണം. നാം എല്ലാവരും പ്രകൃതിയുടെ സൃഷ്ടിയാണ്. പ്രകൃതിയിൽ നിന്നാണ് നമ്മളുടെ ഉത്ഭവം. അതിനാൽ പ്രകൃതിയുടെ വാക്കുകൾ കേൾക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തിയില്ലാതെ കുഴപ്പത്തിൽ കഴിയുന്നതാണ്. മനസ്സിനെ ശാന്തമാക്കാനും സ്ഥിരതയോടെ നിലനിർത്താനും ധ്യാനം ഏറെ സഹായിക്കുന്നു. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു. നിങ്ങളുടെ ചൈതന്യവും വിവേകവും ഉണരുന്നു. ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതം നല്ലതായും ധനാത്മകവുമായതുമായ മാർഗത്തിലേക്ക് കടക്കുന്നു. അതിനാൽ ധ്യാനം ഓരോരുത്തർക്കും അനിവാര്യമാണ്. ഇപ്പോൾ രാം നാരായൺ രാം എന്ന നാമത്തെക്കുറിച്ച് പറയുക. ഇത് നിങ്ങളുടെ ജീവിതത്തെ മോചിപ്പിക്കുന്ന ഒരു നാമമാണ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇത് പൂർത്തിയാക്കും. നിങ്ങളെ നിങ്ങളുമായി പരിചയപ്പെടുത്തും. നല്ല പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകും. അതിനാൽ ഇതുവരെ നിങ്ങൾ ഈ ബീജമന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ബന്ധപ്പെട്ടു പോകുക. പിന്നീട് നിങ്ങൾക്ക് സംഭവിക്കുന്ന ധനാത്മകമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും.